നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധകാഹളം മുഴക്കി ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ മൂന്നാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ മേഖലയിലെ ശക്തി സമവാക്യങ്ങൾ അപ്രതീക്ഷിതമായ ദിശയിലേക്ക് നീങ്ങുകയാണ്. കേവലം ഒരു അതിർത്തി തർക്കത്തിനപ്പുറമായിട്ട് ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നും പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഇസ്രയേൽ പടുത്തുയർത്തിയ സൈനിക മേധാവിത്വത്തിനും അജയ്യതയ്ക്കുമൊക്കെ തന്നെ ഇറാൻ്റെ പുതിയ യുദ്ധതന്ത്രങ്ങൾ ഇപ്പോൾ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. യുദ്ധത്തിൻ്റെ ഈ വ്യാപ്തി ഗൾഫ് മേഖലയിലേക്ക് വ്യാപിക്കുന്നത് ലോകരാജ്യങ്ങളെ വലിയ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ചരിത്രപരമായിട്ടുള്ള പതനത്തിൻ്റെ വക്കിലാണ് ഇസ്രയേൽ നിൽക്കുന്നതെന്ന മുന്നറിയിപ്പുകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ സജീവമാണ്. ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ അഭിമാനമായിരുന്ന വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടുള്ള അയറൺ ഡ്രോം അത് ഇന്ന് ഇറാൻ്റെ അത്യാധുനിക മിസൈലുകൾക്ക് മുന്നിൽ പതറുന്ന കാഴ്ചയാണ് യുദ്ധഭൂമിയിൽ ദൃശ്യമാകുന്നത്. ഇറാൻ്റെ സെജ്ജിൽ മിസൈലുകൾ അവയുടെ സവിശേഷമായിട്ടുള്ള സഞ്ചാരപഥം, അതായത് ഡാൻസിങ് ട്രാജക്ടറീസ്, അത് കാരണം പ്രതിരോധിക്കാനായിട്ട് പ്രയാസമേറിയതാണെന്നാണ് ഇവിടെ സൈനിക വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇവ വിക്ഷേപിച്ച മിനിറ്റുകൾക്കുള്ളിൽ തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നാശം വിതയ്ക്കാനായിട്ട് ശേഷിയുള്ള ഈ ആയുധങ്ങൾ ഇസ്രയേലിൻ്റെ വ്യോമ സുരക്ഷാ കവചത്തെ നിഷ്പ്രഭമാക്കിയിരിക്കുകയാണ്. റഡാറുകളുടെ കണ്ടുവെട്ടിക്കാനുള്ള ആൻറ്റി റഡാർ കോട്ടിംഗ് കൂടി ചേരുന്നതോടെ അജയ്യമായ പ്രതിരോധമെന്ന ഇസ്രായേലിൻ്റെ അവകാശവാദം വെറും കടലാസ് കോട്ടയായിട്ട് മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ആഗോള രാഷ്ട്രീയ രംഗത്തെ പുതിയ ചേരിതിരിവുകൾ അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഇറാന് പിന്നിൽ റഷ്യയും ചൈനയും പരസ്യമായി അണിനിരക്കുന്നുവെന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ വെളിപ്പെടുത്തൽ ഒരു നയതന്ത്ര സ്ഫോടനത്തിന് തന്നെ ഇവിടെ തുല്യമാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സ്വാധീനം കുറയ്ക്കാനും ഇറാന് കരുത്തു പകരാനും ഈ വൻ ശക്തികൾ ശ്രമിക്കുന്നത് അത് ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള നേതാക്കളെ പോലും ഏറെ ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾക്ക് വിരുദ്ധമായി രൂപപ്പെട്ടിരിക്കുന്ന ഈ പുതിയ ലോകസഖ്യം അത് യുദ്ധക്കളത്തിലെ ബാലൻസ് ഓഫ് പവർ പൂർണ്ണമായിട്ട് മാറ്റിക്കഴിഞ്ഞു. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് ആഗോള വൻ ശക്തികളുടെ പരോക്ഷമായിട്ടുള്ള ഏറ്റുമുട്ടലായിട്ട് മാറുകയാണ്. സാമ്പത്തിക രംഗത്തും ഇസ്രായേലിന് തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നു. യുദ്ധം നീണ്ടുപോകുന്നത് അത് ഇസ്രായേലിൻ്റെ ആഭ്യന്തര സാമ്പത്തിക ഭദ്രതയെ തന്നെ തകർത്തിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വരുന്ന റിസർവ് സൈനികരെ ദീർഘകാലം യുദ്ധമുഖത്ത് നിർത്തുന്നത് ഉൽപ്പാദന മേഖലയെ തന്നെ സ്തംഭിപ്പിക്കുകയും വിപണിയിൽ വൻ വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും. ഇതിന് പുറമെയായിട്ട് ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഇറാൻ്റെ ഭീഷണി അത് ആഗോള വിപണിയിൽ തന്നെ എണ്ണവില കുതിച്ചുയരാനായിട്ട് കാരണമായി മാറും. അമേരിക്കൻ ഊർജ്ജ കേന്ദ്രങ്ങളെയും സൈനിക താവളങ്ങളെയും ഒക്കെ തന്നെ ലക്ഷ്യമിടുമെന്ന ഇറാൻ്റെ പ്രഖ്യാപനം മേഖലയിലെ അമേരിക്കൻ സാന്നിധ്യത്തിന് വലിയ ഭീഷണിയാണ് ഇപ്പോൾ ഉയർത്തുന്നത്. ഇത് അമേരിക്കയുടെ സാമ്പത്തിക മേധാവിത്വത്തെയും വൻ ശക്തി എന്ന പദവിയെയും ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയാണ്. ഇസ്രായേലിനുള്ളിലെ രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള അലോൺ മിസ്രാഹിയെ പോലെയുള്ളവർ ഉയർത്തുന്ന ആഭ്യന്തര മുന്നറിയിപ്പുകൾ ഭരണകൂടത്തെ നടുക്കിയിട്ടുണ്ട്. മിസൈലുകളെ പ്രതിരോധിക്കാനായിട്ട് ആവശ്യമായ ആയുധങ്ങളുടെ ദൗർലഭ്യവും സൈനികരുടെ മാനസിക സമ്മർദ്ദവും ഇസ്രായേലിനെ ആഭ്യന്തര കലാപത്തിൻ്റെ വക്കിലെത്തിച്ചിരിക്കുന്നു. ഇറാൻ, ഹിസ്ബുള്ള, അതോടൊപ്പം തന്നെ സിറിയ, ഗാസ എന്നിങ്ങനെ 4 ഭാഗത്തു നിന്നുള്ള ബഹുമുഖ ആക്രമണങ്ങളെ ഒരേ സമയം നേരിടാനുള്ള ശേഷി ഇസ്രായേൽ സൈന്യത്തിന് ഇപ്പോൾ ഇല്ല എന്നാണ് റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. തുടർച്ചയായ വ്യോമാക്രമണങ്ങളും സൈനിക നീക്കങ്ങളുമൊക്കെ തന്നെ രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെപ്പോലും വലിയ തോതിൽ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിലനിൽപ്പിനായിട്ടുള്ള ഒരു പോരാട്ടം ഇസ്രായേലിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ദുഷ്കരമാണ്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയുടെ ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന ഒരു നിർണായക നിമിഷത്തിനാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഇറാൻ്റെ സെജ്ജിൽ മിസൈലുകൾ ആകാശത്ത് തീമഴ പെയ്യിക്കുമ്പോൾ കരയിൽ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ കൂടി ഇറാനെ ഒരു അജയ്യ ശക്തിയായി ഇവിടെ മാറ്റുകയാണ്. ദശാബ്ദങ്ങളായിട്ട് പശ്ചിമേഷ്യയിൽ തുടർന്നു പോകുന്ന അമേരിക്കൻ ആധിപത്യത്തിൻ്റെ അന്ത്യമാണ് ഈ യുദ്ധഭൂമിയിൽ നിന്ന് തെളിയുന്നതെന്നും പല വിദഗ്ധരും ഇവിടെ നിരീക്ഷിക്കുകയാണ്. ഒരു സാമ്രാജ്യത്തിൻ്റെ പതനവും പുതിയൊരു രാഷ്ട്രീയ ക്രമത്തിൻ്റെ ഉദയവുമാണ് ഈ മൂന്നാം ആഴ്ചയിലേക്ക് കടന്ന ഈ സംഘർഷം നൽകുന്ന സൂചന. പശ്ചിമേഷ്യ അതിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായിട്ടുള്ള പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.